ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ, സുലേഖ മാം, മുഖ്യ അഡ്മിൻ അനിലങ്കൾ, അഡ്മിൻ പാനൽ അംഗങ്ങൾ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ കർക്കിടകം 1 മുതൽ തുടക്കം കുറിച്ച ആത്മോപദേശ ശതകം മഹായജ്ഞാചരണത്തിൽ എനിക്കും 20ാം ശ്ലോകമാണ് ഭഗവത് പാദങ്ങളിൽ പൂജാസമർപ്പണം ചെയ്യാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. ലോകാരാധ്യ ഗുരുവായ ഭഗവാന്റെ ആത്മോപദേശ ശതകം അറിവിൻ്റെ നിറകുടമാണ്. ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ നേർവഴി കാട്ടിത്തരുന്ന ആത്മോപദേശ ശതകം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജ്ഞാനത്തിൻ്റെ കൊടുമുടിയാണ്. താഴെ നിന്ന് ഓരോ ശ്ലോകത്തിലൂടെ കയറി 100ാമത്തേതിലെത്തുമ്പോൾ ആരും ഭഗവാന്റെ അറിവിൻ്റെ സർവോന്നതമായ പീഠമാണ് കണ്ടെത്തുന്നത്. ഭഗവാന്റെ ദാർശനിക രചനകളിൽ പ്രസക്തമായതാണ് ആത്മോപദേശ ശതകം. സകലതിനും ആദ്യ ബീജമായിരിക്കുന്ന ആത്മസത്യം അല്ലെങ്കിൽ ആത്മാവ് വെളിവായി കിട്ടണമെങ്കിൽ 5 ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് തിരിച്ച് സ്വന്തം നിയന്ത്രണത്തിലാക്കി പലതവണ വീണു വണങ്ങി അഭ്യസിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നാണ് ഭഗവാൻ ആദ്യ ശ്ലോകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അറിവാകുന്ന വിളക്ക് കൊണ്ട് പരിശോധിക്കുമ്പോൾ പാമ്പല്ല കയർകഷ്ണമാണെന്ന് ബോധ്യമാകും. ഇവിടെ 2 ചോദ്യങ്ങളാണ്. 1, ഞാൻ ആര്? 2, ഈ ലോകം എവിടെ നിന്നുണ്ടായി? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദിമസത്തയായ ആത്മാവാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്നാൽ ആ ആത്മാവ് ഞാനായി തീർന്നിരിക്കുന്നത് പോലെ ഈ ലോകവുമായി തീർന്നിരിക്കുന്നു. അങ്ങനെ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നായി തീർന്നു. അപ്പോൾ ഉലകിന് അഥവാ പ്രപഞ്ചത്തിന് മറ്റൊരു സത്തമില്ല, എല്ലാം ഒന്നാണ്, അദ്വൈതം. നമുക്കിനി 20ാം മന്ത്രത്തിലേക്ക് കടക്കാം. ഉലകിന് വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പതു സർവമോഹഹീനം. ചലനവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. നമുക്കിനി 20ാം മന്ത്രത്തിൻ്റെ അർത്ഥവ്യാഖ്യാനത്തിലേക്ക് പോകാം. ഞാൻ എന്നതു വെളിച്ചമാണ് എന്ന് ഭഗവാൻ സമർത്ഥിച്ചു. അതിൻ്റെ അന്തർരഹസ്യം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ 20ാം മന്ത്രം. ഭഗവാൻ അഹംപൊരുളിൻ്റെ അർത്ഥം അറിയാൻ ശ്രമിക്കുമ്പോൾ ത്രിഗുണങ്ങൾക്കും ത്രിലോകങ്ങൾക്കും ത്രിപുടിക്കും അതീതമായൊരു അന്തർനേത്രം തുറക്കുന്ന അനുഭവമുണ്ടായി. ഈ പ്രപഞ്ചമായി വിലാസം ചെയ്യുന്നത് ആ ആത്മസ്വരൂപം തന്നെയാണ്. അതിൽ നിന്നും വേറിട്ട് ലോകത്തിന് ഒരു സത്തയില്ല. പരമാർത്ഥത്തിലുള്ള സത്യം ആത്മാവായിരിക്കുമ്പോൾ
അതിൽ പ്രതീതമാകുന്ന ലോകത്തെ പരമാർത്ഥത്തിലുള്ള സത്യമെന്ന് കരുതി ഭ്രമിക്കുന്ന ഭൗതികവാദികൾക്ക് ഭഗവാൻ ഉദാഹരണമായി കയർ കഷ്ണം കിടക്കുന്നത് കണ്ട് പാമ്പാണെന്ന് കരുതി ഭയക്കുന്നത്. ഉണ്മ ഉള്ളത് ആദിമസത്തയ്ക്ക് മാത്രമാണ്. ലോകമായി നമ്മൾ കാണുന്നതും ആദിമസത്ത തന്നെ. ആത്മസത്യത്തെ കണ്ടിട്ട് അത് ലോകമാണെന്ന് കരുതുന്നത് മലർമാലയെ പാമ്പ് എന്ന് കരുതുന്നത് പോലെയാണ്. അങ്ങനെ ധരിക്കുന്നവരാണ് ജളന്മാർ, അഥവാ അറിവില്ലാത്തവരുടെ കണ്ണിൽ തോന്നുന്നത്. അസത്യത്തെ സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നതിൻ്റെ സ്വഭാവത്തിൻ്റെ ഉദാഹരണമാണ് കയറിൻ്റെയും പാമ്പിൻ്റെയും. ഭഗവാൻ കയറിൻ്റെ സ്ഥാനത്ത് മലർമാല കാണുന്നു. ആത്മരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് പരമാനന്ദമാണ്. സത്യത്തിൻ്റെ സ്ഥാനത്ത് കയറിനെ കാണുമ്പോൾ മൂല്യം വെളിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കാണാൻ അഴകുള്ളതും നറുമണമുള്ളതുമായ മലർമാല ഉദാഹരണമാക്കിയത്. അരണ്ട വെളിച്ചത്തിൽ മലർമാലയും പാമ്പായി തെറ്റിദ്ധരിക്കാം. സത്യത്തിൽ അത് മാലയാണ് എന്നറിയുമ്പോൾ അതിനോട് ആദിയായ പ്രിയമാണ് തോന്നുന്നത്. ആത്മസത്യം അറിയുമ്പോഴുള്ള പരമപ്രിയം ഇപ്രകാരമാണ്. ഒരിക്കൽ കൂടി 20-ാം മന്ത്രം ആലപിക്കാം. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം. ജളന വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.